സോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എറണാകുളം വരെ ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അത്യാവശ്യമായിട്ട്. സോ നമ്മളത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാക്കി എങ്ങനെയാണ് സാധനം, എവിടെയാണ് കിട്ടുന്നത്, എവിടെ നിന്നാണ് മേടിക്കുന്നത്, അതിൻ്റെ യൂസേജ് എന്താണ് എന്നൊക്കെ ത്രൂ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം. സോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക. വി ആർ നൗ ഇൻ 49 എത്ര 49 ജ്യൂസസ് സ്റ്റോർ. ഇവിടെ എല്ലാത്തിനും പ്രൈസ് വരുന്നത് ജ്യൂസി സോണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഓർഡർ ചെയ്താലും 49 രൂപ മാത്രം. എന്തായിക്കോട്ടെ, ഏത് ഡിഷ് ഓർഡർ ചെയ്താലും എന്താണെങ്കിലും. ഹോട്ട് ഡോഗ്, ഇതാണ് ഐഷിൻ്റെ ഹോട്ട് ഡോഗ്. സോ അപ്പോൾ ഇവിടെ വരുന്ന നമ്മുടെ എന്താ സിൽക്കൺ പെൻഡാമേനകയിൽ സിൽക്കൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് നേരെ കാണുന്ന 49 എന്താടാ ജ്യൂസി സോൺ. നമ്മൾ പെൻഡാമേനകയിൽ നിന്നാണ് ആ സാധനം മേടിക്കാം എന്ന് വിചാരിച്ചിരുന്നത്. സോ നമുക്ക് പെൻഡാമേനകയിൽ നിന്ന് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധനത്തിനെ പറ്റി എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ സോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ തിരിച്ച് കോളേജിലോട്ട് പോകുന്ന രംഗമാണ് കാണുന്നത്. 5 നോക്കി എത്ര രൂപ? 40 രൂപ. 40 രൂപ. 40. എൻ്റെ ഇല്ല, എൻ്റെ ഇല്ല. ആ മൊത്തം എത്രയുണ്ട്? മൊത്തം എണ്ണീട്ട് എത്രയുണ്ട്? മൊത്തം എത്ര വേണ്ട? 6000. ആർക്കാണ്? ഇല്ലടി, ഞാൻ ആ ബാഗിലേക്കല്ലേ ഫുൾ പൈസ ഇട്ടേ, ഓർക്കണല്ലേ? നാറിയല്ലേ പേര്. 500 കൊടുത്ത് 5 വേണോ? 35. സെറ്റിൽ ചെയ്യാനൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ പറയില്ലേ, അതുപോലെ സെറ്റിൽ ചെയ്തേ. ഇത് TC മേടിച്ചു എന്നുള്ള തെളിവാണ് കേട്ടോ. TC മേടിക്കുമ്പോൾ വ്ളോഗ് കംപ്ലീറ്റ് ആവും. നീ മേടിച്ചു TC? എത്ര രൂപ മൊത്തം? എത്ര രൂപ TCക്ക്? ഓക്കെ. അതെന്താ? അപ്പൊ നിങ്ങൾ പറഞ്ഞ മാനേജ്മെന്റ് നിങ്ങൾ പറ്റിച്ചു? 1 ലാഖിന് മേളിലാണ് ഇവന്റെ പൈസ കണ്ടേ. 5 ഫുൾ എത്രയാ? 5100. വളരെ 6000 വേണമെന്ന്. അപ്പൊ ഇനി TC ആയിട്ട് വരുമ്പോ കാണാം. ആണോ? സോ ഗൈസ്, ഫൈനലി നമ്മൾ കോളേജിൽ പോയി. പിന്നെ നമ്മൾ ആ ഉദ്ദേശിച്ച സാധനം മേടിക്കാൻ പോയി. ഒരു പരിപാടിയും ഇന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ലുലു മോളിലോട്ട് പിന്നെയും പോവുകയാണ്. ലുലു മോളിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് നേരത്തെ പോയി. നമ്മളതിൽ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താക്കി, നമ്മൾ നേരെ മെട്രോ പിടിച്ച് ലുലു മോളിൽ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. ഓക്കെ, ചെറിയ പ്രശ്നം പറ്റി, നമുക്ക് സൈഡൊന്ന് ചേഞ്ച് ചെയ്ത് പോയി. കടവന്ത്രയിൽ ഇവിടെ ഇറങ്ങാൻ, എന്നിട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഈ ഒരു അവസ്ഥയെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗായ്സ്, വേറൊന്നുമല്ല, നമുക്ക് ശരിക്കും പോകേണ്ടത് ലുലു അങ്ങോട്ടാണ്. നമ്മൾ വാഷ്റൂം പോയിട്ട് കയറി വന്നപ്പോൾ സൈഡൊന്ന് ചേഞ്ചായി. ഞങ്ങൾ നേരെ കടവന്ത്ര സൗത്ത് ആ സൈഡിലോട്ടായി പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത് എങ്ങോട്ടാണ്, ഇപ്പറ സൈഡിലോട്ട് വന്നു. ഇത് നമ്മൾ ഉറപ്പിച്ചു ആലുവ ഭാഗത്തേക്ക്. ആലുവ ഭാഗത്തേട്ടൊന്ന് കണ്ടിട്ട് തന്നെ നമ്മൾ കയറി.
നമ്മൾ ആദ്യം അവിടെ നിന്ന് കയറി ഇറങ്ങി. ഐഷുവിന്റെ വീക്ഷണത്തിൽ ഒരു ഫ്ലാഗ് നമ്മുടെ കണ്ണിപ്പെട്ടിട്ടുണ്ട്. ഐഷു പണ്ട് NCC ആയതിന്റെ ഒക്കെ പേരില് ഭയങ്കരമായിട്ട് എന്താ പറയണേ, ആ ഒരു ഇമോഷൻ കൊണ്ടു നടക്കുന്ന ആളാണ് അല്ലേ ഐഷു? വിശന്നിട്ടാണെങ്കിൽ നോക്കാറ്. ഈ സൈഡ് ഞാൻ ഇന്ന് നോക്കിയില്ല, അതിന്റെയാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിട്ട്. പിന്നെ ഭവതി പിന്നെ എവിടെ നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് വെളിവില്ലാണ്ടായി. ട്രെയിനല്ല മെട്രോ. ഓ മെട്രോ ട്രെയിൻ അല്ലായിരിക്കും പറയണത്, മെട്രോ ഓട്ടോ എന്നാണ് പറയണത്. അല്ല മെട്രോ ബസ്. അപ്പൊ ബാക്കി വീഡിയോ നമുക്ക് എന്താ പറയാ ലുലു ചെന്നിട്ട് കാണാം. വഴി അറിയില്ല, ചുമ്മാ നടക്കണ ഇറങ്ങി. ഹൈപ്പർ മാർക്കറ്റ് എവിടെയാ? ഹൈപ്പർ മാർക്കറ്റ് ജി ലെവലാ, ലെവൽ ജി. സോ ഗൈസ്, നമ്മളിന്ന് ലുലുവില് വന്നേക്കാണ്. അപ്പോ ഇവിടെ ഞങ്ങള് ചുമ്മാ വന്നതാണ്. ഇപ്പോ നമ്മളുള്ളത് ഇപ്പോ എന്താ ഹൈപ്പർ മാർക്കറ്റിലാണ് ഉള്ളത്. ഇവിടെ ഇപ്പൊ ഞാനുണ്ട്, സൗരജ് ഉണ്ട്, അമൽസജി ഉണ്ട്, ഐഷു ഉണ്ട്, രേഷ്മ ഉണ്ട്, അഞ്ജലി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ സാലഡിന്റെ സെക്ഷനിലേക്ക് വന്നേക്കാണ്. അപ്പൊ ഞങ്ങൾ സാലഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതാണ് നമ്മുടെ ഹവായൻ സാലഡ് എന്ന് പറയുന്നത്. ഇതെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്? ഇത് സ്കോൺസ് ആൻഡ് സ്പോർട്സ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഹവായൻ സാലഡാണിത്. ഇത് മക്രോണി സാലഡാണ്. മേടിക്ക്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റൈസ് ഏതായാലും മതി. സോ ഇവിടെ മൊത്തത്തിൽ നമുക്കൊരു തിരക്കാണ്, കാരണം ഉച്ച സമയം കൂടിയാണ്. അത് കാരണം നമ്മള് ഇച്ചിരി ലേറ്റ് ആയി പോയി. ഒരു 3 മണി ആവാറായി. ഒരുപാട് ആൾക്കാർ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഇതിപ്പോ 2ാമത്തെ തവണ തന്നെ. ഇവിടെ ഭയങ്കര അഫോർഡബിൾ എന്നൊന്നും ഞാൻ പറയാനുള്ള, എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റേ കൂടുതൽ കേട്ടോ. സോ നമ്മളെന്തായാലും എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം മാത്രം ഇവിടെ വന്നേക്കണയാണ്. ഒരു ദിവസത്തെ പരിപാടികളാണ്. ഇവരെന്തൊക്കെയോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് സാധനം കയ്യിൽ മേടിച്ച് പിടിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാവർക്കും പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു. അലുവയുടെ ഒക്കെ ഒരു കളക്ഷൻ തന്നെ കേട്ടോ. ഇത്ര ടൈപ്പ് അലുവയുടെ ഇഷ്ടംപോലെ അലുവ സ്വീറ്റ്സ്. ഇത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് കുറെ നേരം ചാട കാണാ. കഴിഞ്ഞു. അതീക്കൂടെ പോയി. ഇവിടെ ഭയങ്കര തിരക്കാ. അവരവിടെ ദേ നിൽക്കുന്നു. അവരെടുക്കട്ടെ, ഒരു കറി ഓർഡർ ചെയ്തോണ്ടിരിക്ക. ആ 15% നമുക്ക് കട്ട് ചെയ്തായി. ജ്യൂസ് ചെയ്തിരിക്കണു. ആ അത് പുറകിൽ അങ്ങേ സൈഡിലാ. അല്ല നീ പിടിച്ചോ, കുഴപ്പമില്ല. ഞാൻ വീഡിയോക്ക് ഒരു ഗുമ്മ കിട്ടിക്കോളൂ. ലൈവായിട്ട് അങ്ങേ അടുത്ത് ജ്യൂസ് ഇട്ടുണ്ട്, അത് കാണും.
ഇവിടെയാണ് എല്ലാ ജ്യൂസും കിട്ടുന്നത് ലൈവായിട്ട്. ഇവിടെ റേറ്റ് വരുന്നത് ഏതായിരുന്നു അത്? ഫുൾ എടുക്കുന്ന ഇതൊക്കെ കറങ്ങിപ്പോയി കിടത്തോ. ഫുൾ ഓഫ് ജ്യൂസ് ആൻഡ് ഓൾ ആൻഡ് ഓൾ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അടിച്ചപ്പോ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചേക്കണെങ്കിലും ഇതേ ഇവിടെ റെഡി. പിന്നെ ഇവിടെ വെജീസ് ആൻഡ് ഫ്രൂട്ട്സ് മാർക്കറ്റ് തന്നെയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒരുപാട് 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 സാധനങ്ങൾ. ആ സെറ്റ് അല്ലേ, എല്ലാം കിട്ടിയില്ലേ? പോവാം, ബില്ലടിക്കാം. ഫൈനലി ഇന്ന് റമദാനാണോ? ഓക്കെ, എനിക്കെല്ലാം കിട്ടിയോ? നീ ഒന്നും മേടിച്ചില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ബില്ലടിക്കാൻ വന്നേക്കാണ്. ഇത്തവണയും ഒരു മാറ്റവുമില്ല, എല്ലാ തവണത്തെയും പോലെ തന്നെ ഐശ്വര്യലക്ഷ്മി തന്നെയാണ് നമുക്ക് ബില്ലടിക്കാനുള്ള പൈസ തരുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താ ഒന്നും തന്നെ പറയാനില്ലേ, നമുക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും. അവരെന്ത് അപ്പോൾ ഇത്രയും നല്ല ഫുഡ് നമുക്ക് സ്പോൺസർ ചെയ്ത ലുലു മോളിനും ലക്ഷ്മിക്കും എന്റെയും എന്റെ ടീമിന്റെയും ഹാർദവമായ എന്താ വേണ്ടേ അത് എന്റെ പേര് യൂസ്ഫുളുടെ പേരാണ്. അപ്പോ 64 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിയ നമ്മുടെ ചാനൽ വളരെ വളരെ ഉന്നതമായി മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, കാണുന്നവർ വീണ്ടും വീണ്ടും കാണുക, വ്യൂസ് കൂടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് ഫുഡ് കോർട്ടിൽ ചെന്നിട്ട് എടുക്കാം. 2 പേരും കൂടെ വരാനുണ്ട്. സൗരജും രശ്മിയും അവിടുത്തെ കൗണ്ടറിൽ പോയിരിക്കുകയാണ്. ഓക്കെ, കമാൺ. അപ്പൊ നമ്മള് ഫൈനലി എല്ലാ സാധനങ്ങളും അവർ കൈ എഴുതാൻ പോയിക്കാണ്. അപ്പോ ആ സമയം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് മേടിച്ചേക്കണെന്ന് കാണിച്ചു തരാം. മലബാർ ചിക്കൻ ബിരിയാണി 1, അത് ഐശ്വര്യ തോന്നുന്നു. തലശ്ശേരി ബീഫ് ബിരിയാണി, അതെ അല്ലേ, തലശ്ശേരി ബീഫ് ബിരിയാണി 2 തലശ്ശേരി ബീഫ് ബിരിയാണി, 1 മലബാർ. ഇത് സാലഡ്. ഇതെന്താ റൈത്ത എന്ന് പറയണത്? തന്നെ സാലഡാണോ? ഇതും സാലഡ്. ഇത് ചിക്കൻ ഉലർത്തിയത്. ഇത് ബീഫ് കപ്സ കേട്ടോ. ഇത് ഗീ റൈസ്. ഇത് ഞാൻ മേടിച്ച്. പിന്നെ എടാ ഇതെന്താടാ, ഇതിന്റെ പേരെന്തായിരുന്നു? കുബൂസ്. പിന്നെ ചിക്കൻ മലായി. ഇതൊക്കെ ആരുടെയാ? ചിക്കൻ. പിന്നെ ഇത് ഉലർത്തിയത് തന്നെ. പിന്നെ ഞങ്ങൾ കൈ കഴിയിട്ട് വരാം. നമുക്ക് കഴിയിട്ട് വരാം. നമ്മള് രാവിലെ എത്ര മണിക്കാ? 8 മണി 9 മണിയാകുമ്പോ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. കിഡിലൻ. ഇത്രയും നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്നു. എന്നാലും ഐശ്വര്യ അഫോർഡബിൾ ആണ്. നിനക്ക് അഫോർഡബിൾ ആണോ? ഒരിക്കലും അല്ല, സ്വപ്നങ്ങൾ മാത്രം. കിച്ചൂട്ടൻ ഇതെല്ലാം കാണണം, ഇവന്റെ ചുറ്റിത്തിരികളും കള്ളക്കളികളും ഒക്കെ. ലോട്ടറി അടിച്ച പൈസ കൊണ്ട് വന്നേക്കണം. 5 കിലോ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പൊ കിച്ചൂട്ടന്റെ പ്രധാന ശ്രദ്ധയ്ക്ക് 5 കിലോ ലോട്ടറി അടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡിനടക്ക്. എടാ അൽത്താഫെ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അപ്പോ ബാക്കി വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടോ? ബാക്കി വീഡിയോ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട്, ഇനി സമയമില്ല നമുക്ക്. ഇവിടെ ഒന്നാമത്തെ കാര്യം തിരക്കാണ്, നല്ല വിശപ്പുണ്ട്. ഇനി ക്യാമറ ഓഫ് ചെയ്താലാണ് ആൾക്കാരെ കഴിപ്പ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ.
അങ്ങനെ ഒരുപാട് നേരത്തെ ആക്രമണത്തിന് ശേഷം സൗരജ് ഫുഡിനെ പറ്റി 2 വാക്ക്. ഫുഡ് എന്ന് പറയുമ്പോ ഇന്ന് നമ്മള് വെറൈറ്റി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തത്. നമ്മൾ ഇന്ന് യൂഷ്വൽ ആയിട്ട് നമ്മള് ഊട്ടുപുരയെന്നും അല്ലെങ്കിൽ അൽഡ്രീമിലൊക്കെയാണ് മെയിൻ ആയിട്ട് പൊക്കോണ്ടിരുന്നത്. അൽഡ്രീമിലോട്ട് പോകാൻ പറ്റൂലായിരുന്നു, വണ്ടിയില്ലായിരുന്നു. സോ നമ്മള് ലുലുലോട്ട് വരാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ലുലുലോട്ട് ആകുമ്പോ നമുക്ക് നേരിട്ട് മെട്രോക്ക് വരാൻ പറ്റും. അപ്പൊ 2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരെ വണ്ടിക്ക് ലുലുലോട്ട് വന്നു. അപ്പൊ അമ്മലും ഐശ്വര്യയും കൂടിയിട്ട് മെട്രോക്ക് വന്നു. നമ്മൾ നേരെ ഹൈപ്പറിൽ കയറി ഫുഡ് നമ്മൾ സോർട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോന്ന് ചോദിച്ചാൽ ഓക്കെ, നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ടാണ് എടുത്തത്. വെറൈറ്റി ഫുഡായിരുന്നു. സഞ്ജയ്ക്ക് ഇന്നത്തെ ഫുഡിനെ പറ്റി തന്നെ പറയാനുള്ളത്? നല്ല ഫുഡായിരുന്നു. പിന്നെ ശരിക്കും അൽഡ്രീമിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ സംഭവം ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ലുലുവിലേക്ക് വന്ന് ഇവിടെ നിന്ന് ഐഷു പറഞ്ഞ് ഞങ്ങളുടെ രക്ഷകി പൈസ കടയ്ക്ക് എടുത്ത് എറിഞ്ഞ് കൗണ്ടറിലിട്ട് ഉള്ളതെല്ലാം മേടിച്ച് ഇവിടെ വരെ വന്ന് കൊണ്ടുവന്ന് തിന്നു. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. ഈ സാധനം ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടായിരുന്നു ഞാൻ പിന്നെ ഇറങ്ങിയത്. പക്ഷെ ഉച്ചയായപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഊട്ടുപുര പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഐശ്വര്യയുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ ലുലുവിലേക്ക് വന്നു. പിന്നെ ഐശ്വര്യ പിന്നെ കാശ് എറിഞ്ഞ് ഫുഡ് വാങ്ങി തന്ന് എനിക്കും എൻ്റെ വയറിനും ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം ഫോണിൻ്റെ ചാർജ് തീരാറായി. വീട് ചെല്ലണവരെ ഞാൻ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ചാർജ് ഇല്ല, എന്ത് ചെയ്യും? സോ താങ്ക് യു. കീപ് സബ്സ്ക്രൈബിങ് മീ ഓൺ എന്താടാ യൂട്യൂബ്.